ജോസിച്ച സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇന്നോട് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ടതിനേക്കാളും ഒക്കെ ഒത്തിരിയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറയട്ടെ, ഇത് എന്തായാലും ഇവിടെ വന്ന് നോക്കിയാൽ ഇത് ഒരു നാടകത്തിനുള്ള സ്റ്റേജായിട്ടേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം, അതാണല്ലോ നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. അപ്പോൾ ഇവിടെ പെട്ടിയൊക്കെ വരും, അതുകൊണ്ട് ഒരു അടച്ചുറപ്പൊക്കെ ആയിട്ട് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. ഇന്ന് വന്ന് കണ്ടപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു അൾത്താര, അതിനേക്കാളും വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കുരിശുരൂപം. അത് തീർച്ചയായിട്ടും ഇനി ഇവിടെ വന്നാൽ ആർക്കും ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും ഒരിക്കലും തോന്നിയില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങളെ കാണുന്നത് ദൈവജനമായിട്ടാണ്. ഈ പഴയ നിയമത്തിൽ പണ്ട് ദൈവജനത്തെ ദൈവം സീനമരയുടെ താഴ്വരയിൽ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് എൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക ജനമായിരിക്കും, നിങ്ങൾ പുരോഹിത രാജ്യം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുരോഹിത രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവജനം മുഴുവൻ പുരോഹിത രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഒരു പുരോഹിത വംശമാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ വിശുദ്ധവാരത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ സമൂഹത്തെക്കുറിച്ച് ഞാൻ കാണുമ്പോൾ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. ഇത് കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ളതാണ്. ഇവിടുത്തെ അച്ഛനും സിസ്റ്റേഴ്സും നിങ്ങൾ എല്ലാവരും ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ ഇത് ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമൂഹം. കാരണം ദൈവത്തെ അറിയാം, ദൈവം ആരാണെന്ന് അറിഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു സമൂഹം. ഈ ദിവ്യബലിയിൽ പങ്കുചേരുകയും കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടുന്നതായ ഒരു ജനം. അതോടൊപ്പം തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൂദാശകൾ മാത്രമല്ല, കൂദാശയും ഏറ്റവും കേന്ദ്രബിന്ദുവായിട്ടുള്ള പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മുടെ നല്ല ഇടയനായ യേശുവിനെയാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന വ്യക്തി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വ്യക്തി. അപ്പോൾ നമ്മൾ ദിവ്യബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും തന്നെ അർപ്പിച്ചതായ ഒരു വ്യക്തിയാണ് നമ്മൾ അനുസ്മരിക്കുക. ആ അനുസ്മരണം മാത്രമല്ല, ആ ബലിയിൽ കൂടെ നമ്മൾ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ തീർച്ചയായിട്ടും അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ഉള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ്. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാനായിട്ട്, യേശുവിനോട് അനുരൂപപ്പെടാനായിട്ടുള്ള ഒരു ആഹ്വാനം കൂടി ഓരോ ബലിയിലുമുണ്ട്. അപ്പം നമ്മൾ യേശുക്രിസ്തു ചെയ്തതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കുന്നവരാകാനായിട്ട് അത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ ജീവിതത്തിലൂടെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ സ്നേഹത്തിന്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷി നൽകാനായിട്ട്, യേശു കാണിച്ചതായ, മനുഷ്യനോട് കാണിച്ചതായ കാരുണ്യത്തിന് സാക്ഷ്യം നൽകാനായിട്ട്, ആ കാരുണ്യ പ്രവൃത്തികളിൽ പങ്കുചേരാനായിട്ട്, അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ രാജകീയ പൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാകുക. ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട്, കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവവചനം പഠിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ട്, യേശുവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആണ് നമ്മൾ ഈ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുക. അപ്പോൾ അതിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവരുടെയും ഒരു സമൂഹമായത്. അപ്പോൾ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷി നൽകുന്ന സമൂഹമായിട്ട് നിങ്ങൾ വളരുന്നത് കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിവിടെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഒത്തിരിയേറെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു വലിയ ഭാഗം തരണം ചെയ്ത് കഴിഞ്ഞു, ഒത്തിരിയേറെ മുമ്പോട്ട് പോന്നു. ഇതിപ്പോൾ മനോഹരമായിട്ടൊരു ദേവാലയത്തിൻ്റെ ഒക്കെ രൂപം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പണികളൊക്കെ പൂർത്തിയാകാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഡൽഹിയിൽ നമ്മുടെ സ്വന്തമായിട്ട് ഉള്ള ദേവാലയങ്ങളിൽ അതുകൊണ്ടൊക്കെ വലിപ്പം ഇപ്പം തന്നെയുണ്ട്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ വലുതാകാവുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ
ഫലപ്രദമായി തീരട്ടെ. ഇതുവഴിയായിട്ട് നിങ്ങളുടെ ആധ്യാത്മിക നവീകരണത്തിന്, വിശുദ്ധീകരണത്തിന് ഈ സ്ഥലം ഉപകരിക്കട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ജോസച്ചനോടും ഒരുമിച്ച് അദ്ദേഹം നിങ്ങളിൽ ഒരുവനാണ് രാജകീയ പൗരോഹിത്യത്തിൽ. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഷേകം ചെയ്യപ്പെട്ടൊരു വൈദികനാണ്. കുദാശകൾ പരികർമ്മം ചെയ്യുന്നതിന്, നിങ്ങളെ നയിക്കുന്നതിന്, ദൈവത്തിലേക്ക് നയിക്കുന്നതിന്, വിശുദ്ധീകരിക്കുന്നതിന് ഒരു ഉപകരണമായിട്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരുമിച്ച് സഹകരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുകയും ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനം, ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകുന്നതായിട്ടൊരു സമൂഹമായിട്ട് വളരാനായിട്ട് ഈ വലിയ ആഴ്ച, പ്രത്യേകിച്ച് വരുന്ന ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ട് ഇന്ന് ഇവിടെ വരാനായിട്ട് ഒരു അവസരം തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.